ഹലോ, എല്ലാവർക്കും ഹയർ സെക്കൻഡറി എക്കണോമിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോ ചെയ്യണത് ഫോക്കസ് ഏരിയയെ പറ്റി ഡിസ്കസ് ചെയ്യാനാണ്. എല്ലാവരും കണ്ടിട്ടുണ്ടാവും, ഇതിനുള്ളിൽ ടീച്ചേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവും എന്താണ് ഫോക്കസ് ഏരിയ എന്നൊക്കെ. ടീച്ചറും കൂടി പറഞ്ഞുതരാം. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും, എന്തൊക്കെ ചാപ്റ്റേഴ്സ് പഠിക്കണം, കുറേ ചാപ്റ്റേഴ്സ് കാണുന്നുണ്ടല്ലോ, ആ ചാപ്റ്റേഴ്സ് വേണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടാവും. അപ്പൊ നമുക്ക് ഇന്നത്തെ ഈ ഒരു ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് അത് ക്ലിയർ ആവുന്ന ടീച്ചർ പ്രതീക്ഷിക്കുന്നു. നമുക്ക് നോക്കാം എന്താണ് എക്കണോമിക്സിന്റെ ഫോക്കസ് ഏരിയയിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, നമുക്ക് ആദ്യം നമ്മൾ നോക്കുന്നത് ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റ് ആണ്. ഈ ഒരു സെക്ഷനില് പാർട്ട് 1 യൂണിറ്റ് 1 വരുന്ന ആദ്യത്തെ 2 ചാപ്റ്റേഴ്സും നിൽ എന്നാണ് കാണുന്നത് അല്ലെ. ഇന്ത്യൻ എക്കോണമി ഓൺ ദ ഇയർ ഓഫ് ഇൻഡിപെൻഡൻസ് ആൻഡ് ഇന്ത്യൻ എക്കോണമി 1950 to 1990. ഇതിൽ നിൽന്ന് കാണുന്നത് നിങ്ങൾ പഠിക്കേണ്ട എന്നല്ല അതിന്റെ അർത്ഥം. അതിനു മുമ്പ് ടീച്ചർ വേറൊരു കാര്യം പറഞ്ഞുതരാം. ഫോക്കസ് ഏരിയ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ബോണസ് ആണ് അത് നിങ്ങൾ മനസ്സിലാക്കുക. ആദ്യം ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എന്ന് തന്നെ പറയാം. അതുപോലെ 160 മാർക്കിനായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. സാധാരണ എക്സാം നമുക്ക് 80 മാർക്സിലായിരിക്കും. അതിൽ 1 വേർഡ്, 2 മാർക്ക്, 3 മാർക്ക്, 4 മാർക്ക്, 5 മാർക്ക്, 8 മാർക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൽ ഓപ്ഷൻസ് ഉണ്ടാവും. അതായത് 12 1 വേർഡ് തന്നാൽ അതിൽ 10 എണ്ണം നമ്മൾ ആൻസർ ചെയ്യുക. ഇനി അഥവാ നിങ്ങൾ 12 എണ്ണം എഴുതിയാലും 10 എണ്ണത്തിന്റെ മാർക്ക് നമ്മൾ എടുക്കുള്ളായിരുന്നു. പക്ഷേ ഈ ഒരു ഫോക്കസ് ഏരിയ വന്നു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയല്ല. 12 1 വേർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 12 എണ്ണം ആൻസർ ചെയ്യാം. ആ 12 എണ്ണത്തിന്റെ മാർക്ക് നമ്മൾ കൺസിഡർ ചെയ്യും. ടീച്ചേഴ്സ് വാല്യൂ ചെയ്യും. അതുപോലെ 2 മാർക്കിന്റെ ആണെങ്കിലും ഓപ്ഷൻ അനുസരിച്ച് 10 എണ്ണത്തിൽ 2 എണ്ണം എഴുതുക, അങ്ങനെയല്ല. 10 എണ്ണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 10 എണ്ണം അറ്റൻഡ് ചെയ്യാം, ആൻസർ എഴുതാം. എല്ലാം നിങ്ങൾ ഏതൊക്കെ ആൻസർ ചെയ്യുന്നോ അതെല്ലാം ടീച്ചേഴ്സ് വാല്യൂ ചെയ്യും. ആ മാർക്ക് എല്ലാം ആഡ് ചെയ്യും. എന്നിട്ട് 80 എബവ് മാർക്സ് കിട്ടിക്കഴിഞ്ഞാൽ അത് നിങ്ങൾ ഫുൾ മാർക്ക് ആയിട്ട് കൺസിഡർ ചെയ്യും. അതല്ല 80 കുറവാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഏതൊക്കെ ആൻസർ ചെയ്തിട്ടുണ്ടോ അതിന്റെ എല്ലാം മാർക്ക് ആഡ് ചെയ്തിട്ട് നമ്മൾ കണക്കാക്കുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഓപ്ഷൻസ് ഇല്ല. നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഓക്കെ, ഇപ്പൊ essay 4 എണ്ണം തന്നു കഴിഞ്ഞാൽ 3 എണ്ണം എഴുതാനാണ് സാധാരണ. പക്ഷെ 4 എണ്ണം അറിയാം നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ ആ 4 essayയും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ടീച്ചേഴ്സ് വാല്യൂ ചെയ്യും. പിന്നെന്താ ഇതിന്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ A+ കിട്ടാൻ ഇങ്ങനെ ഒരു അവസരം ഇനി നിങ്ങൾക്ക് കിട്ടാനില്ല. അതാണ് അതിന്റെ ഒരു വേറൊരു പ്രത്യേകത. ഓക്കെ, പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സ്പീഡ് വേണം. അതായത് ടൈം 2.5 മണിക്കൂർ തന്നെ ഉള്ളൂ. ആ 2.5 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന ആൻസേഴ്സ് മുഴുവൻ എഴുതാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ച് സ്പീഡ് ഉണ്ടാക്കിയെടുക്കുക, പ്രാക്ടീസ് ചെയ്യുക, എക്സാം എഴുതി പ്രാക്ടീസ് ചെയ്യുക. മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ വെച്ച് എക്സാം എഴുതി പ്രാക്ടീസ് ചെയ്യുന്നത് നിങ്ങൾക്ക് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ ഒരു കാര്യം, ഈ ഫോക്കസ് ഏരിയ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫോക്കസ് കൂടുതൽ കൊടുത്ത് പഠിക്കേണ്ടത് എന്നുള്ള അർത്ഥമാണ്. 160 മാർക്കില് 120 മാർക്കിനുള്ള ചോദ്യവും ഈ ഫോക്കസ് ഏരിയ ആയിരിക്കും വരിക. ഓക്കെ, ബാക്കി 40 മാർക്കിനുള്ള ചോദ്യം ഈ നിന്ന് കാണുന്ന ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ ആ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളായിരിക്കും. ഓക്കെ, 120 മാർക്കിനുള്ള ചോദ്യം ഫോക്കസ് ഏരിയന്ന് വരും. ബാക്കി 40 മാർക്കിനുള്ള ചോദ്യങ്ങളായിരിക്കും ഈ നിൽ കാണുന്ന ചാപ്റ്റേഴ്സിന് വരും. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യത്തെ 2 ചാപ്റ്റർ നില്ലാണ്. അതായത് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് ഇല്ല. എന്ന് വെച്ച് പഠിക്കേണ്ട എന്നല്ല, പഠിക്കാൻ പറ്റുന്ന കുട്ടികൾക്ക് പഠിക്കാം. ഈ 40 മാർക്കിന്റെ ഭാഗത്തു നിന്ന് മേ ബി ഈ ചാപ്റ്റേഴ്സിൽ നിന്നും ചോദ്യങ്ങൾ ഉണ്ടാവും എന്നർത്ഥം. ഓക്കെ, പിന്നെ നമുക്ക് ഫോക്കസ് ഏരിയയിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ് 3rd ചാപ്റ്റർ, എക്കണോമിക് റീഫോംസ് സിൻസ് 1991, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ ആൻഡ് അപ്രൈസൽ. ഈ ചാപ്റ്റർ ഫോക്കസ് ഏരിയ അല്ലെങ്കിൽ തന്നെ, അതായത് ഫോക്കസ് ഏരിയ വരുന്നതിന് മുമ്പായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഇതിൽ നിന്ന് ഈ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, അതുപോലെ ഔട്ട്സോഴ്സിങ്, ഈ വക ക്വസ്റ്റ്യൻസ് എല്ലാ വർഷവും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുള്ള ചോദ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് ഇൻട്രൊഡക്ഷൻ, ബാക്ക്ഗ്രൗണ്ട്, ലിബറലൈസേഷൻ, privatization, globalization, Indian economy during reforms and assessment and conclusion. ഇത്രയാണ് 3rd ചാപ്റ്ററിൽ നിങ്ങൾക്ക് വരുന്നത്. ദെൻ നോക്കൂ, അടുത്ത ചാപ്റ്റർ ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഷുവർ എസ്സേ ക്വസ്റ്റ്യൻ വരുന്ന ഒരു ചാപ്റ്റർ ആണ് 4ാമത്തെ ചാപ്റ്റർ, കറന്റ് ചാലഞ്ചസ് ഫേസിംഗ് ദ ഇന്ത്യൻ എക്കോണമി, പോവർട്ടി എന്ന് പറയുന്ന ചാപ്റ്റർ, 4ാമത്തെ ചാപ്റ്റർ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു എസ്സേ ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതി വെച്ചോ, വരും എന്നുള്ളത് ഷുവർ ആണ്. ഓക്കെ, പ്രത്യേകിച്ച് ഫോക്കസ് ഏരിയയിലും കൂടി വന്നിട്ടുള്ളത് കൊണ്ട് എന്തായാലും നമുക്ക് ഇതിൽ നിന്നൊരു എസ്സേ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഇവിടെ നമുക്ക് ഇൻട്രൊഡക്ഷൻ, ദെൻ ഹു ആർ പുവർ പീപ്പിൾ ഐഡന്റിഫൈഡ്, ഹൗ ആർ പുവർ പീപ്പിൾ ഐഡന്റിഫൈഡ്, ദ നമ്പർ ഓഫ് പുവർ ഇൻ ഇന്ത്യ,
വാട്ട് കോസസ് പോവർട്ടി, ദാരിദ്ര്യത്തിനുള്ള കാരണങ്ങൾ, ഇത് ചോദിക്കാറുള്ള ഒരു ചോദ്യം തന്നെയാണ്. ആൻഡ് പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ടുവേർഡ്സ് പോവർട്ടി അലീവിയേഷൻ, ആ 3 പ്രോഗ്രാംസ് ഉണ്ടല്ലോ, 3 ടയർ സിസ്റ്റം, അത് ഇമ്പോർട്ടന്റ് ആണ്. അതാണ് എസ് ആയിട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് എപ്പോഴും ചോദിക്കാറുള്ളത്. പോവർട്ടി അലീവിയേഷൻ പ്രോഗ്രാംസ്, ക്രിട്ടിക്കൽ അസസ്മെന്റ്, എസ്സേയുടെ കൂടെ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്ന ഒരു പാർട്ടാണ് ഈ ക്രിട്ടിക്കൽ അസസ്മെന്റ് എന്നുള്ളത്. പിന്നെ വരുന്നത് കൺക്ലൂഷൻ ആണ്. പിന്നെ നോക്കാം അടുത്ത 3 ചാപ്റ്റേഴ്സ്. ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ഇൻ ഇന്ത്യ, റൂറൽ ഡെവലപ്മെന്റ്, എംപ്ലോയ്മെന്റ് ഗ്രോത്ത്, ഇൻഫോർമലൈസേഷൻ ആൻഡ് അതർ ഇഷ്യൂസ്. ഇത് നില്ലാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഈ ചാപ്റ്റേഴ്സിൽ നിന്നുള്ള ചോദ്യങ്ങൾ 40 മാർക്കിൽ വരുന്നതായിരിക്കും. ഓക്കെ, ഇനി വരുന്നത് ഫോക്കസ് ഏരിയയിൽ വരുന്ന ചാപ്റ്റേഴ്സ് ആണ് ചാപ്റ്റർ 8 ഉം 9 ഉം. ചാപ്റ്റർ 8 ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന സൗകര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കറന്റ് അഫയേഴ്സുമായി ബന്ധപ്പെട്ടും ചോദ്യങ്ങൾ വന്നേക്കാം. ഇൻട്രൊഡക്ഷൻ, വാട്ട് ഈസ് ഇൻഫ്രാസ്ട്രക്ചർ, റെലവൻസ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ, ദ സ്റ്റേറ്റ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻ ഇന്ത്യ, എനർജി, ഹെൽത്ത്, കൺക്ലൂഷൻ. ഇതിൽ ഹെൽത്തിന്റെ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ്. അതായത് ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഹെൽത്ത് ഇഷ്യൂസുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ വരാം. പക്ഷെ ആൻസർ നമ്മുടെ ടെക്സ്റ്റിലുള്ളത് തന്നെയായിരിക്കും. അതായത് ഹെൽത്തിന്റെ ഫെസിലിറ്റീസിനെ പറ്റിയുള്ള ചോദ്യങ്ങളായിരിക്കും വരാൻ സാധ്യത. ഇപ്പൊ ഇൻഫ്രാസ്ട്രക്ചറിന്റെ ചാപ്റ്റർ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് ചാപ്റ്റർ വരുന്നത് എൻവയോൺമെന്റ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. രണ്ടാമത്തെ ചാപ്റ്ററിൽ പോവർട്ടിയിൽ എസ്എ ക്വസ്റ്റ്യൻ ഷുവർട്ടി പറഞ്ഞ പോലെ തന്നെ ഈ ചാപ്റ്ററിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എസ്എ ക്വസ്റ്റ്യൻ ഷുവർ ആയിട്ട് ടീച്ചർ പറയുന്നു. എൻവയോൺമെന്റിന്റെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സ്ട്രാറ്റജീസിനെ പറ്റിയുള്ള ഒരു എസ്എ ക്വസ്റ്റ്യൻ ഷുവർ ആയിട്ട് ഇതിന്നുണ്ടാവും. ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള 2 എസ്എ ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് പോവർട്ടി, ദെൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഇവിടെ നമുക്ക് ഇൻട്രൊഡക്ഷൻ, എൻവയോൺമെന്റിന്റെ ഡെഫിനിഷൻ ആൻഡ് ഫങ്ഷൻസ്, സ്റ്റേറ്റ് ഓഫ് ഇന്ത്യസ് എൻവയോൺമെന്റ്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, സ്ട്രാറ്റജീസ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, ഇത് എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ് 9th ചാപ്റ്റർ. ദെൻ കൺക്ലൂഷൻ ആണ് വരുന്നത്. പിന്നെ നമുക്ക് വരുന്നത് 10th ചാപ്റ്റർ ആണ്. ഇത് നില്ലാണ്. അതായത് നമ്മുടെ അയൽ സംസ്ഥാനങ്ങളല്ല, അയൽ രാജ്യങ്ങളുമായിട്ടുള്ള കമ്പാരിസൺ ആയിരുന്നു ഈ ചാപ്റ്ററിൽ ഉണ്ടായിരുന്നത്. അത് അതായത് 40 മാർക്സ് വരുന്ന പാർട്ട് ഉണ്ടല്ലോ, അതിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇല്ല എന്നല്ല, ചാൻസസ് ആർ ദർ, ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. ഇമ്പോർട്ടൻസ് കുറവാണ്, ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് മാത്രം. അപ്പൊ ഇത്രയാണ് ഇന്ത്യൻ എക്കോണമിയിൽ ഉള്ളത്. ഫസ്റ്റ് ചാപ്റ്റർ, സെക്കൻഡ് ചാപ്റ്റർ ഒഴിവാക്കിയിട്ടുണ്ട്. ഒഴിവാക്കല്ല, നില്ലാണ്. അതുപോലെ പിന്നെ 5, 6, 7, 10 ഇത്രയും ചാപ്റ്റേഴ്സ് എന്നുള്ള ക്വസ്റ്റ്യൻസ് 40 മാർക്കിന് വരുന്ന ചോദ്യങ്ങളിൽ വരാനാണ് സാധ്യത. ബാക്കിയുള്ള ചാപ്റ്റേഴ്സ്, അതായത് 3, 4, 8, 9 ഈ 4 ചാപ്റ്റേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ പഠിക്കാം. പിന്നെ വരുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. സ്റ്റാറ്റിസ്റ്റിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് വളരെ കുറച്ച് പഠിക്കാനുള്ള ഒരു ചാപ്റ്റർ ആണിത്. വൈ എക്കണോമിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ എക്കണോമിക്സ്, വാട്ട് ഈസ് സ്റ്റാറ്റിസ്റ്റിക്സ്, വാട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് ഡസ്, കൺക്ലൂഷൻ. സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഇമ്പോർട്ടൻസ് ആണ് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാറുള്ളത്. അത് എല്ലാ വർഷവും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ അത് നിർബന്ധമായും പഠിക്കണം. ഓക്കെ, ദെൻ സെക്കൻഡ് ചാപ്റ്റർ കളക്ഷൻ ഓഫ് ഡാറ്റ ഫോക്കസ് ഏരിയയിൽ വരുന്നതാണ്. ഇതിൽ ഇൻട്രൊഡക്ഷൻ, വാട്ട് ആർ ദ സോഴ്സസ് ഓഫ് ഡാറ്റ, ഹൗ ഡു വി കളക്ട് ഡാറ്റ, സെൻസസ് ആൻഡ് സാമ്പിൾ സർവേസ്, സാമ്പിളിംഗ് ആൻഡ് നോൺ സാമ്പിളിംഗ് എറേഴ്സ്, സെൻസസ് ഓഫ് ഇന്ത്യ ആൻഡ് NSS, കൺക്ലൂഷൻ. ഇത്രയും ഈ പാർട്ടിൽ നിന്ന് ഡാറ്റ, പ്രൈമറി ഡാറ്റ, സെക്കൻഡറി ഡാറ്റ സോഴ്സസ്, അത് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ എങ്ങനെയാണ് ഡാറ്റ കളക്ട് ചെയ്യുന്ന രീതികൾ അല്ലെ, ടെലിഫോണിക് ഇന്റർവ്യൂ, പോസ്റ്റൽ, പിന്നെന്താ പേഴ്സണൽ ഇന്റർവ്യൂ, ടെലിഫോണിക് ഇന്റർവ്യൂ, അതുപോലെ പോസ്റ്റർ, ഇങ്ങനെ 3 മെത്തേഡുകൾ ഉണ്ട്. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ടെക്സ്റ്റിലുണ്ട്, അതിന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും. പിന്നെ അതുപോലെ സെൻസസ്, സാമ്പിൾ സർവേ, പൈലറ്റ് സർവേ ഒക്കെ ഈ പാർട്ടിൽ വരുന്നതാണ്. അപ്പൊ ഈ ചാപ്റ്റർ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. ഫോക്കസ് ഏരിയയും കൂടി ഉള്ളതുകൊണ്ട് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. ദെൻ തേർഡ് ചാപ്റ്റർ ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ, എങ്ങനെയാണ് നമ്മൾ ഡാറ്റയെ ഓർഗനൈസ് ചെയ്യുന്നത്, ഇൻട്രൊഡക്ഷൻ, റോ ഡാറ്റ, ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ, എങ്ങനെയൊക്കെയാണ് ക്ലാസിഫിക്കേഷൻ അല്ലെ, ക്വാണ്ടിറ്റേറ്റീവ്, ക്വാളിറ്റേറ്റീവ്, അതുപോലെ ജിയോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ, പിന്നെ ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതുപോലെ വേരിയബിൾസ്, കണ്ടിന്യൂസ് ആൻഡ് ഡിസ്ക്രീറ്റ്, വാട്ട് ഈസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, ബൈവേരിയറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, കൺക്ലൂഷൻ. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് ചോദിക്കാറുള്ള ചോദ്യമാണ്, എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമാണ്. അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഷുവറാണ്.
പിന്നെ വരുന്നത് പ്രസന്റേഷൻ ഓഫ് ഡാറ്റ. എങ്ങനെയൊക്കെയാണ് നമ്മൾ ഡാറ്റയെ പ്രസന്റ് ചെയ്യുന്നത്? അത് ടെക്സ്റ്റൈൽ പ്രസന്റേഷൻ, ടാബുലർ പ്രസന്റേഷൻ, ടാബുലേഷൻ ഓഫ് ഡാറ്റ ആൻഡ് പാർട്സ് ഓഫ് ടേബിളിന്റെ പാർട്ടുകൾ, അത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഡയഗ്രമാറ്റിക് പ്രസന്റേഷനിൽ തന്നെ നമ്മൾ ബാർ ഡയഗ്രംസും ഒജീവ്സും ഒക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കൂടുതൽ ചോദിക്കും, ഫോക്കസ് ഏരിയ ഉള്ളതുകൊണ്ട്. അല്ലെങ്കിൽ തന്നെ ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ ഈ ഒജീവ്സ് ഒക്കെ ഷുവർ ആയിട്ട് 5 മാർക്കിന് അല്ലെങ്കിൽ 8 മാർക്കിന് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. അതുപോലെ മൾട്ടിപ്പിൾ ബാർ ഡയഗ്രം, പൈ ഡയഗ്രം, ഇതൊക്കെ ഓൾറെഡി ചോദിക്കാറുള്ളതാണ്. പക്ഷെ ഇത്തവണ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം. പിന്നെ നമുക്ക് ഈ അടുത്ത 4 ചാപ്റ്റർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 4 ചാപ്റ്റേഴ്സ് ആയിരുന്നു. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ, കോറിലേഷൻ, ഇൻഡെക്സ് നമ്പേഴ്സ്. ഈ ഡിജിറ്റൽ ഫോർമാറ്റിലുള്ള ഒരു സ്റ്റഡി കാരണം കുട്ടികൾക്ക് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടായിരിക്കണം ഒരുപക്ഷെ ഈ ചാപ്റ്റേഴ്സിനെ ഫോക്കസ് ഏരിയയിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പഠിക്കണ്ട എന്ന് ടീച്ചർ പറയുന്നില്ല. പഠിക്കാൻ മാത്സ് ഇഷ്ടമുള്ള കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് പഠിക്കാം. പക്ഷെ മാർക്ക് കുറവായിരിക്കും വരുന്നുണ്ടാവുക. 40 മാർക്കിനുള്ള ചോദ്യത്തിലായിരിക്കും ഈ ചാപ്റ്റേഴ്സിൽ നിന്ന് ചോദ്യം വരുന്നുണ്ടാവുള്ളൂ. മറ്റു ചാപ്റ്റേഴ്സിൽ നിന്നായിരിക്കും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരും. നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമുള്ള ചാപ്റ്റേഴ്സ് നോക്കിയിട്ടാണ് ഫോക്കസ് ഏരിയയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ചാപ്റ്റർ 9 യൂസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ്. ഇതിൽ ഇൻട്രൊഡക്ഷൻ, സ്റ്റെപ്സ് ടുവേർഡ്സ് മേക്കിംഗ് എ പ്രൊജക്ട്. ഒരു പ്രൊജക്ട് തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ സ്റ്റെപ്സ് ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. വളരെ ചെറിയ ചാപ്റ്റർ ആണ്. ആ സ്റ്റെപ്സ് മാത്രം പഠിച്ചാൽ മതി. അത് ഈ പറഞ്ഞ പോലെ ചോദിക്കാറുള്ളതാണ്. ഇപ്പോ ഈ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കണ്ടതില് എസ്എ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ളത് ഒജീവ്സ് ഉണ്ടല്ലോ. ഒജീവ്സ് യൂസ് ചെയ്തുകൊണ്ട് മീഡിയൻ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഭാഗത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഫോക്കസ് ഏരിയ എക്കണോമിക്സിന്റെ ഇത്തവണ വന്നിരിക്കുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ ഫസ്റ്റ് ഇയർ എക്കണോമിക്സിന്റെ മാർക്ക് സ്കോർ ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു പേപ്പറാണ് ഓൾറെഡി. പോരാത്തതിന് ഇപ്പൊ നമുക്ക് ഫോക്കസ് ഏരിയ എന്നുള്ളൊരു ബോണസും കൂടി വന്നിരിക്കുകയാണ്. സോ നിങ്ങൾക്ക് ഇതൊരു സുവർണ അവസരമായിട്ട് കണക്കാക്കുക. നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ ഫോക്കസ് ഏരിയ ബേസ് ചെയ്തിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതല്ലാത്ത ചാപ്റ്റേഴ്സിൽ നിന്നും ചെയ്യാം നമുക്ക്. പക്ഷെ ആദ്യം നമുക്ക് ഇമ്പോർട്ടൻസ് ഫോക്കസ് ഏരിയക്ക് കൊടുക്കാം. അതിനുശേഷം മറ്റ് ചാപ്റ്റേഴ്സിന്റെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ വീഡിയോസ് ടീച്ചർ ചെയ്തു തരാം. അപ്പോൾ ബി പ്രിപ്പയർഡ് ഫോർ ദ എക്സാം. നന്നായിട്ട് പഠിക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.